നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭം ആരംഭിച്ചതു മുതൽ ശ്രദ്ധാകേന്ദ്രമാണ് അഭിജിത്ത് ദീപ്കെ. അഭിജിത്ത് ദീപ്കെയാണ് ഇതിന്റെ CJPയുടെ സ്ഥാപകൻ. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ഒരു പ്രചാരണമാണ് അഭിജിത്ത് ദീപ്കെ നടത്തിയത്. അതിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ CJPയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച ഒരു പ്രക്ഷോഭം പിന്നീട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധമായി വളർന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചതോടെ പ്രക്ഷോഭം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ പ്രചാരണം ആരംഭിച്ച സമയത്ത് ബോസ്റ്റണിലായിരുന്ന അഭിജിത്ത് ദീപ്കെ പിന്നീട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ താൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തന്റെ ഈ സംരംഭത്തിന്റെ ഇത്രയേറെ പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജനങ്ങളുടെ പിന്തുണ കൂടി വലിയ തോതിൽ ലഭിച്ചതോടെയാണ് അഭിജിത്ത് ദീപ്കെയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. താൻ ഇന്ത്യയിൽ വിമാനമിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിജിത്ത് ദീപ്കെ US-ൽ നിന്ന് വിമാനം കയറിയത്. എന്നാൽ ഇന്ത്യയിലെത്തിയപ്പോൾ പ്രക്ഷോഭം ശക്തമാക്കുകയായിരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള അറസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായില്ല. അഭിജിത്ത് ദീപ്കെ നേരെ ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടക്കുന്ന സ്ഥലത്ത് പോയി. പിന്നീട് അവിടെ സോനം വാങ്ചുക് വരുന്നു, നിരാഹാരം കിടക്കുന്നു. സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് പോലീസ് നീക്കുന്നു. അങ്ങനെ ഒടുവിൽ വലിയ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നും CJPക്ക് പ്രതിഷേധം ചെയ്യാനായിട്ട് ആളുകൾ കൂട്ടത്തോട് ഒഴുകിയെത്തിയതോടുകൂടി തന്നെ BJP സർക്കാരിന് ഒടുവിൽ അവരുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും മുൻപിലില്ലായിരുന്നു. ഇതോടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി ഏറ്റുവാങ്ങിയത്. ഇതോടെ അഭിജിത്തിന്റെ ജനപ്രീതി വീണ്ടും ഉയർന്നു. ഇപ്പോഴിതാ അഭിജിത്ത് ദീപ്കെയുടെ ഭാവി പ്രവചിക്കുന്ന ഒരു ജ്യോതിഷിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അഭിജിത്ത് ദീപ്കെയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജ്യോതിഷി സന്ദീപ് ബജാജ് നൽകിയ മറുപടി ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഭാവി കൂടുതൽ മോശമായിരിക്കും. കാരണം ഇക്കാര്യം താൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. 2, 4 അല്ലെങ്കിൽ 8 എന്നീ സംഖ്യകൾ ജന്മവിധി സംഖ്യകളായി വരുന്നവർ ജീവിതത്തിൽ ഒരു കുമിള പോലെയാണ്. അവർ പെട്ടെന്ന് ഉയർന്നു പൊങ്ങുകയും പിന്നീട് പൊട്ടിത്തകരുകയും ചെയ്യും. ഇതാണ് സന്ദീപ് ബജാജ് എന്ന് പറയുന്ന ഈ ഒരു ജ്യോതിഷി അഭിജിത്ത് ദീപ്കെയുടെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ അടുത്ത വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്നും ജ്യോതിഷി പറയുന്നു. അടുത്ത വർഷം അദ്ദേഹം വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. ചിലപ്പോൾ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നേക്കാം. കാരണം അടുത്ത വർഷം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇയർ 4 ആയിരിക്കും. 4 എന്ന സംഖ്യ 2, 8 എന്നീ സംഖ്യകളുടെ ശത്രുവാണ്. അതിനാൽ അതീവ ജാഗ്രതയോടെ വേണം അദ്ദേഹം ഈ വർഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നിലവിലെ വർഷം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇയർ 3 ആയതിനാൽ വലിയൊരു ഭാഗ്യം കൈവന്നതുപോലെ അദ്ദേഹത്തിന് തോന്നിയേക്കാം. എന്നാൽ ഫെബ്രുവരി 6-ന് ശേഷം കാര്യങ്ങൾ മാറിമറിയും. അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംഖ്യാശാസ്ത്രത്തിൽ അവിശ്വാസമുണ്ടെങ്കിൽ തന്റെ പേരിന്റെ സ്പെല്ലിംഗ് മാറ്റാൻ ജ്യോതിഷി അഭിജിത്ത് ദീപ്കെയോട് ഉപദേശിച്ചു. അതേസമയം ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ ഈ ഒരു പ്രതിഷേധം അതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഇതൊരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയായി മാറുകയല്ല, മറിച്ച് ശക്തമായ ഒരു യുവജന മുന്നേറ്റമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ലക്ഷ്യമെന്ന് CJP നേതാക്കൾ വ്യക്തമാക്കി. വ്യാഴാഴ്ച നടക്കുന്ന തന്ത്രപ്രധാനമായ യോഗത്തിന് ശേഷമായിരിക്കും രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാവി രൂപരേഖ സംഘടന ഔദ്യോഗികമായി പുറത്തുവിടുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയല്ല വേണ്ടതെന്നും മറിച്ച് സാധാരണക്കാരെ യുവാക്കളെ ബോധവൽക്കരിച്ചുകൊണ്ട് താഴെ തട്ടിൽ നിന്നുള്ള ജനകീയ ചെറുത്തുനിൽപ്പ് കെട്ടിപ്പടുക്കുകയാണ് ആവശ്യമെന്നും CJP മുഖ്യ വക്താവ് സൗരവ് ദാസ് വ്യക്തമാക്കി. പ്രക്ഷോഭം വൻ വിജയമായ പശ്ചാത്തലത്തിൽ ഈ മുന്നേറ്റത്തെ ഗ്രാമതലങ്ങളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് സംഘടന നിലവിൽ ചർച്ച ചെയ്യുന്നത്. ഭരണകൂടത്തിന്റെ പ്രവർത്തന രീതിയെ കടുത്ത ഭാഷയിലാണ് CJP നേതാക്കൾ വിമർശിച്ചത്.
ഭരണകക്ഷിയും അനുബന്ധ സംഘടനകളും നടത്തുന്ന ജനാധിപത്യപരമായ സംവാദങ്ങളല്ല, മറിച്ച് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് നേതാവായ വൈഷ്ണവി ആരോപിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഭയപ്പെടുന്നതിന് പകരം അവരുമായി തുറന്ന സംവാദത്തിന് സർക്കാർ തയ്യാറാകണം. ബീഹാറിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് നേരെ കടുത്ത പോലീസ് നടപടികളും തോക്കുകളും വരെ ഉപയോഗിച്ച കാര്യം ചൂണ്ടിക്കാണിച്ച നേതാവ് രത്ന സിംഗ് യുവാക്കൾക്ക് നേരെ നൽകുന്ന ഇത്തരം അടിച്ചമർത്തലുകൾ വോട്ടർമാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം കാണാമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. യുവാക്കളുടെ ശക്തമായ പ്രതിഷേധങ്ങൾ മൂലമാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ജെൻ-സി തലമുറയെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നതെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അഭിപ്രായപ്പെട്ടു. ഇത് നല്ലൊരു തുടക്കമാണെങ്കിലും പുതിയ തലമുറയുമായി മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ മുതിർന്ന നേതാക്കൾക്ക് പകരം വിദ്യാസമ്പന്നരായ യുവ നേതാക്കളെ മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഇനി ഭാവി പരിപാടികളിൽ CJP പുതിയ തലത്തിലേക്കാണ് നീങ്ങാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും ഇനി CJP ഏറ്റെടുത്ത് ഒരുപക്ഷെ അത് വലിയ പ്രതിഷേധമാക്കി കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇങ്ങനെ വളർന്നു വരാൻ തന്നെയാണ് CJPയുടെ ഉദ്ദേശ ലക്ഷ്യവും.